ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. എന്നാലും 2026 പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ആശ്വസിക്കാൻ പറ്റുന്ന വാർത്ത തന്നെയാണ്. ഗ്രേസ് മാർക്ക് ഇത്തവണയും ഉണ്ട്. അപ്പോൾ അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും YIP നോട്ടിഫിക്കേഷനും ഒക്കെ വരേണ്ടതുണ്ട്. പക്ഷെ നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിൽ തന്നെ ഒട്ടുമിക്ക മാർക്കുകളും അതുപോലെ തന്നെ രീതികളും ഒക്കെ ആ രീതിയിൽ പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം ആർക്കൊക്കെ ഏത് തരത്തിൽ ഗ്രേസ് മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു അനാലിസിസ് കൊണ്ട് ഈ വർഷം നിങ്ങൾക്ക് എത്ര ഗ്രേസ് മാർക്ക് കിട്ടും, ആരൊക്കെയാണ് അതിന് അർഹതയായിട്ടുള്ളത്, യോഗ്യത നേടിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് അതുകൂടി ചേർത്തിട്ടായിരിക്കും ഫൈനൽ റിസൾട്ട്. SSLC ആണെങ്കിലും +1 +2 ആണെങ്കിലും മാർക്കാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ഗ്രേസ് മാർക്ക് അഡീഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം ഗ്രേസ് മാർക്കിന്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഇത്തവണത്തെ വിദ്യാർത്ഥികൾക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഓക്കെ, അതിൽ കേരള സ്കൂൾ കലോത്സവം, കേരള സ്കൂൾ ശാസ്ത്രോത്സവം എന്നിവയ്ക്ക് സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ, അതുപോലെ തന്നെ CV രാമൻ ഉപന്യാസ മത്സരം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സംസ്ഥാനതല ഭാസ്കരാചാര്യ സെമിനാർ, ടാലന്റ് സെർച്ച് ശാസ്ത്രം, അതുപോലെ ടാലന്റ് സെർച്ച് സാമൂഹ്യ ശാസ്ത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം A ഗ്രേഡ് 20 മാർക്കാണ്. അതുപോലെ B ഗ്രേഡ് 15, C ഗ്രേഡ് 10. ഇതിൽ തന്നെ 1, 2, 3 സ്ഥാനങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ഇതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 20, 17, 14 എന്ന രീതിയിൽ അത് മാറും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പ്രധാനമായിട്ടും വരുന്നത് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം, ആ രീതിയിൽ 25, 20, 15 ആണ് ഗ്രേഡ് അനുസരിച്ച്. ദെൻ ജൂനിയർ റെഡ് ക്രോസിന് 10 മാർക്കാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് SPCക്ക് 20 മാർക്കാണ് SSLCയിൽ വരുന്നത്. സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസ് ആണെങ്കിൽ 20, 15, 10 ആണ് ഗ്രേഡ് അനുസരിച്ച്. ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് ആണെങ്കിൽ 25ലേക്ക് മാറും. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മനസ്സിലാക്കുക, 25 മാർക്കാണ്. അതും പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്. രാജ്യ പുരസ്കാരനാണെങ്കിൽ 40 മാർക്കാണ്. രാഷ്ട്രപതി ആണെങ്കിൽ 50 മാർക്കാണ്. ഈ ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 80% ഹാജർ അറ്റൻഡൻസ് ഉണ്ട് ഉള്ള സ്കൗട്ട് ആൻഡ് ഗൈഡൻസിന് 18 മാർക്കാണ്. രാജ്യ പുരസ്കാരം 20 മാർക്കും. രാഷ്ട്രപതി അവാർഡ് ഹൈസ്കൂൾ ലെവലിൽ 25 മാർക്കുമാണ് വരുന്നത്. അതുപോലെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്ത വോളണ്ടിയേഴ്സ് NSSനുണ്ട് എങ്കിൽ 40 മാർക്ക്. ദേശീയ തല ക്യാമ്പുകളിലാണെങ്കിൽ 25 മാർക്ക്. അല്ലാതെ NSS സർട്ടിഫിക്കറ്റ് 20 മാർക്കാണ്. അതുപോലെ തന്നെ ലിറ്റിൽ കൈറ്റ്സ് 15 മാർക്കുണ്ട്. വേറെ കുറച്ച് എക്സിബിഷന്റെ ഒക്കെ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ. അതുപോലെ തന്നെ സ്പോർട്സ് ആണെങ്കിൽ അന്തർദേശീയ മത്സരങ്ങളിൽ 1ാം സ്ഥാനം 100 മാർക്കും, 2ാം സ്ഥാനം 90 മാർക്കും, 3ാം സ്ഥാനം 80 മാർക്കുമാണ്. പങ്കെടുത്താൽ 75 മാർക്ക്. അത് തന്നെ നാഷണൽ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ 50, 45, 40, പങ്കെടുത്താൽ 35 എന്ന ലെവലിലേക്ക് മാറും. ഇനി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങളിലാണെങ്കിൽ 1ാം സ്ഥാനം 20, 2ാം സ്ഥാനം 17, 3ാം സ്ഥാനം 14, ആ രീതിയിലാണ് മാറുന്നത്. സോ ഈ രീതിയിലാണ്. ഇനി NCCയുടെ കാര്യവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. NCCക്ക് ഈ രീതിയിൽ റിപ്പബ്ലിക് ഡേ പരേഡ് ഒക്കെ ആണെങ്കിൽ 40 മാർക്കും, അല്ലാത്ത ഇന്റഗ്രേറ്റഡ് ക്യാമ്പ് ആണെങ്കിൽ 30 മാർക്കും, അല്ലാത്ത സാധാരണ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 20 മാർക്കും എന്ന ലെവലിലേക്കാണ് ഇതിന്റെ മാർക്കിംഗ് സ്കീം, അതായത് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് പോകുന്നത്. സോ ഇതിൽ എന്തെങ്കിലും ചേഞ്ചുകൾ ഉണ്ടോ എന്ന് കണ്ടു തന്നെ അറിയണം. സാധാരണ രീതിയിൽ തരാൻ സാധ്യതയില്ല. HSS ലൈവ് റിപ്പോർട്ടറിൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത കൂടിയാണ്. 2026 ഗ്രേസ് മാർക്ക് എന്തായാലും ലഭ്യമാണ്. കുട്ടികൾക്ക് എന്തായാലും അർഹതപ്പെട്ട ഗ്രേസ് മാർക്ക് ലഭ്യമാകുക തന്നെ ചെയ്യും. പരമാവധി ഷെയർ ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.